കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ ആകെ ഉലച്ച മാസപ്പടി കേസിൽ ഇഡി നടത്തുന്ന അന്വേഷണം മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനിലേക്ക് നേരിട്ട് നീളുന്നതായി സൂചനകളാണ് പുറത്തുവരുന്നത്. സാമ്പത്തിക അഴിമതിയും കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഇഡി ചോദ്യം ചെയ്തപ്പോൾ മകൾ വീണ നൽകിയ നിർണായക മൊഴികളാണ് ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിക്ക് വിനയാകുന്നത്. എക്സാലോജി കമ്പനിയുടെ നിർണായക സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള അന്വേഷണ ഏജൻസിയുടെ ചോദ്യങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അച്ഛനാണ് അറിയാവുന്നതെന്ന രീതിയിൽ വീണ മറുപടി നൽകിയത്. പിണറായി വിജയനെ നേരിട്ട് ചോദ്യം ചെയ്യാനുള്ള ശക്തമായ നിയമപരമായ സാഹചര്യമാണ് ഇഡിക്ക് മുന്നിൽ തുറന്നു നൽകിയിരിക്കുന്നത്. CMR ശശിധരൻ കർത്ത അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴികൾക്ക് പിന്നാലെ വീണയുടെ പ്രതികരണങ്ങൾ കൂടി പുറത്തു വന്നതോടെ അന്വേഷണം തികച്ചും പുതിയൊരു ദിശയിലേക്ക് കടക്കുകയാണ്. സാമ്പത്തിക കൈമാറ്റങ്ങളുടെയും തീരുമാനങ്ങളുടെയും യഥാർത്ഥ സൂത്രധാരനിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലാണ് ഇവരുടെ വെളിപ്പെടുത്തലുകൾ എന്നാണ് എൻഫോഴ്സ്മെന്റ് കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. കേസിന്റെ പ്രാരംഭഘട്ടം മുതൽ തന്നെ CMRലുമായി എക്സാലോജിക്ക് ഒപ്പുവെച്ച സേവന കരാറുകളെക്കുറിച്ചും ലഭിച്ച പ്രതിമാസ തുകയുടെ സ്വഭാവത്തെക്കുറിച്ചും ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി നൽകാൻ വീണയ്ക്ക് സാധിച്ചിരുന്നില്ല. എക്സാലോജി കമ്പനിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ചും ഇഡി ചോദ്യങ്ങൾ കടുപ്പിച്ചപ്പോഴാണ് സാമ്പത്തിക ഇടപാടുകളുടെയും നയപരമായ തീരുമാനങ്ങളുടെയും പൂർണ്ണ വിവരങ്ങൾ അറിയാവുന്നത് അച്ഛനാണെന്ന തരത്തിൽ വീണ മറുപടി നൽകിയത്. CMRൽ നിന്ന് എക്സാലോജി കമ്പനിക്ക് യാതൊരുവിധ സേവനങ്ങളും നൽകാതെ തന്നെ കോടിക്കണക്കിന് രൂപ ലഭിച്ചെന്ന ഗുരുതരമായ ആരോപണമാണ് പ്രധാനമായും അന്വേഷണ ഏജൻസി പരിശോധിക്കുന്നത്. മുൻപ് നൽകാത്ത സേവനങ്ങളുടെ പേരിൽ കൃത്രിമമായി കരാറുകൾ ഉണ്ടാക്കി തുക കൈപ്പറ്റിയത് സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട രാഷ്ട്രീയ സഹായങ്ങൾ നൽകിയതിന്റെ പ്രത്യുപകാരമാണെന്ന സംശയത്തിലാണ് എൻഫോഴ്സ്മെന്റ് എത്തി നിൽക്കുന്നത്. ഇതിന് കൂടുതൽ ബലം നൽകുന്ന തരത്തിലാണ് കർത്തയുടെയും വീണയുടെയും മൊഴികൾ പരസ്പരം ബന്ധപ്പെട്ടു കിടക്കുന്നത്. വ്യാവസായിക ആവശ്യങ്ങൾക്കും ബിസിനസിന്റെ സുഗമമായ നടത്തിപ്പിനുമായി പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയിട്ടുണ്ടെന്ന് ശശിധരൻ കർത്ത നേരത്തെ തന്നെ സമ്മതിച്ചിരുന്നു. ഇതിലേറ്റവും നിർണായകമായ ഒരു വിഹിതം പിണറായി വിജയനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലേക്കാണ് എത്തിച്ചേർന്നതെന്ന സംശയം ഇഡി നേരത്തെ തന്നെ കോടതികൾ ഉന്നയിച്ചതുമാണ്. കർത്തയുടെ മൊഴിയും വീണയുടെ മറുപടികളും കൂട്ടിവായിക്കുമ്പോൾ ഭരണസ്വാധീനം ഉപയോഗിച്ചുള്ള നേരിട്ടുള്ള ഇടപെടലുകൾ പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷണ സംഘം ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ മുൻ മുഖ്യമന്ത്രിക്ക് ഈ കേസിൽ നിന്ന് എളുപ്പത്തിൽ ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ല. ഭരണരംഗത്തിരുന്ന സമയത്ത് തന്റെ സ്വാധീനം ഉപയോഗിച്ച് സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തോ എന്നും അതിന് പകരമായി മകളുടെ കമ്പനിയിലേക്ക് പ്രതിമാസ തുക എത്തിക്കാൻ ഒത്താശ ചെയ്തോ എന്നും വ്യക്തമായി അന്വേഷിക്കേണ്ടതുണ്ട്. ഇതിനായി പിണറായി വിജയനെ നേരിട്ട് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന ഉറച്ച നിലപാടിലാണ് അന്വേഷണ സംഘം. മുൻപ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണ റിപ്പോർട്ടിലും ഈ ഇടപാടുകളിൽ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ തുടരന്വേഷണം ശക്തമാകുന്നതോടെ ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ആശങ്ക വൻതോതിലേറിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ വീണ വിജയനിൽ നിന്ന് കൂടുതൽ വിവരങ്ങളും രേഖകളും ശേഖരിച്ച ശേഷം മുൻ മുഖ്യമന്ത്രിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് അയക്കാനാണ് ഇഡിയുടെ നീക്കം. പ്രതിപക്ഷ നേതാവിനെ തന്നെ കേസിന്റെ കേന്ദ്ര ബിന്ദുവിലേക്ക് വലിച്ചയക്കുന്ന തരത്തിലേക്ക് മൊഴികൾ മാറിയത് പാർട്ടിക്കുള്ളിലും പൊതുസമൂഹത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. മുൻപ് ഈ കേസിനെ രാഷ്ട്രീയ ഗൂഢാലോചനയായി ചിത്രീകരിച്ച് പ്രതിരോധിക്കാൻ CPM ശ്രമിച്ചിരുന്നെങ്കിലും അന്വേഷണ ഏജൻസികൾ വ്യക്തമായ സാമ്പത്തിക രേഖകളും ബാങ്ക് ഇടപാടുകളും മൊഴികളും അടിസ്ഥാനമാക്കി ചോദ്യം ചെയ്യൽ ശക്തമാക്കിയതോടെ പ്രതിരോധം തീർക്കാൻ പാർട്ടി നേതൃത്വം ഏറെ പ്രയാസപ്പെടുകയാണ്. സ്വന്തം മകളുടെ മൊഴി തന്നെ അച്ഛന് വലിയ രീതിയിൽ തിരിച്ചടിയാകുന്ന അപൂർവവും സങ്കീർണവുമായ സാഹചര്യമാണ് മാസപ്പടി കേസിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്.